മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഡൽഹിയിലെ CJP സമരത്തെ പിന്തുണച്ച് കൊച്ചിയിൽ പരിപാടി സംഘടിപ്പിച്ചതിൽ കേസ്. വേടൻ പങ്കെടുത്ത പനമ്പള്ളി നഗറിലെ പരിപാടിക്കെതിരെയാണ് കേസ്. പോലീസിന്റെ അനുമതിയില്ലാതെ പരിപാടി നടത്തിയെന്നാണ് കേസ്. നവമിയുണ്ട് വിശദാംശങ്ങളുമായി. നവമി, വേടൻ പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിരുന്നു. പ്രത്യേകിച്ച് അവിടെ നടക്കുന്ന പ്രതിഷേധമൊക്കെ രാജ്യവിരുദ്ധ പ്രക്ഷോഭമാക്കി മാറ്റാനുള്ള നടപടികൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഉൾപ്പെടെ വേടൻ പറഞ്ഞിരുന്നു. വേടൻ മാത്രമല്ല, മറ്റു ചില സെലിബ്രിറ്റികളും കൂടി ആ പരിപാടിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസുമായി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? വിശദാംശങ്ങൾ മുന്നേ. ഹരി, പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എറണാകുളം ടൗൺ സൗത്ത് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. പക്ഷെ പോലീസ് പറയുന്നത് ഇന്ന് അവിടെ നടത്തിയ വേടൻ ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങളും മറ്റ് കലാരംഗത്തെ പ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും സംഘം ചേർന്ന് അവിടെ പരിപാടി നടത്തിയിരുന്നു. പക്ഷെ അത് പോലീസിന്റെ അനുമതി വാങ്ങാതെയാണ് അവിടെ പരിപാടി നടത്തിയത്. പൊതുയിടത്താണ്, പനമ്പള്ളി നഗറിലെ പാർക്കിന് തൊട്ട് സമീപത്തുള്ള റോഡിൽ വെച്ചായിരുന്നു, ഒരു പൊതുവഴിയിൽ വെച്ചായിരുന്നു അവർ ഈ റോഡ് തടസ്സപ്പെടുത്തി ഈ ഒരു പരിപാടി, ഒരു പ്രതിഷേധ സംഗമം നടത്തിയത്. അത് പോലീസിനെ അറിയിച്ചിരുന്നില്ല. പോലീസ് ഇതറിഞ്ഞ് അവിടെ പരിപാടി നടത്തരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർക്ക് നോട്ടീസ് നൽകിയെങ്കിലും ആ നോട്ടീസ് കൈപ്പറ്റി വീണ്ടും അവിടെ അവരുടെ പ്രതിഷേധ സംഗമം തുടരുകയായിരുന്നു. അങ്ങനെ വഴിയാത്രക്കാർക്ക് തടസ്സമുണ്ടാകുന്ന തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിച്ചതിനാണ് വേടന്റെ മാനേജർ വിഘ്നേഷ് ഉൾപ്പെടെയുള്ള 99 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിൽ കണ്ടാൽ അറിയാവുന്ന ആളുകൾക്കുൾപ്പെടെ കേസെടുത്തിട്ടുണ്ട്. അവിടെ രഞ്ജിനി ഹരിദാസ് ഉൾപ്പെടെയുള്ളവർ അവിടെ ആ പരിപാടിയിൽ എത്തിയിരുന്നു, വലിയ രീതിയിൽ പിന്തുണ നൽകുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, ഡൽഹിയിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ സംഗമം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് തുടരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് വേടൻ ഉൾപ്പെടെയുള്ളവർ അവിടെ പനമ്പള്ളി നഗറിൽ സംഘടിക്കുകയും അവിടെ ഇതിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ളൊരു പ്രതിഷേധ സംഗമം നടത്തുകയും ഒക്കെ ചെയ്തത്. അത് പോലീസിന്റെ അനുമതി ഇല്ലാതെയായിരുന്നു അത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. അത് വഴിയാത്രക്കാർക്ക് തടസ്സമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് 99 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. വേടൻ മാത്രമല്ല, പല സെലിബ്രിറ്റീസും ഉണ്ടായിരുന്നു. ഏകദേശം 99 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് പോലീസിന്റെ അനുമതി വാങ്ങാതെയാണ് ഈ പരിപാടി നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ്. നവമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.